ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ക്രിയേഷൻസ് ഫോർ ലൈറ. ഞാൻ സൽമാമീർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബുള്ളിയൻ റോസ് ആണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ പുതുതായി ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം മിസ്സായിരിക്കും. നിങ്ങൾ ആദ്യം മുതൽക്കേ നമ്മളെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് സെർച്ച് ബാറിൽ ക്രിയേഷൻസ് ഫോർ ലൈറ ക്ലാസ് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് ബുള്ളിയൻ നോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. മേലത്തെ ലൈനിൽ നിന്നും നമ്മുടെ നീഡിൽ കുത്തി മേലേക്ക് ഇതുപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. മേലത്തെ ലൈനിൽ നിന്നാണ് എപ്പോഴും നമ്മൾ തുടങ്ങേണ്ടത്. അതിനുശേഷം താഴത്തെ ലൈനിലൂടെ നീഡിൽ താഴേക്ക് കുത്തി ഇറക്കി ഇതുപോലെ വീണ്ടും മേലത്തെ ലൈനിലൂടെ തന്നെ അതിന് നേരെ നമ്മൾ ആദ്യം കുത്തിയെടുത്ത അതേ പോയിന്റിൽ തന്നെ നമ്മൾ നീഡിൽ പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നീഡിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലേസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നീഡിലിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ത്രെഡ് എടുത്ത് ഇതുപോലെ ഒരു 5-6 തവണ ചുറ്റിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ലെങ്ത് ആവശ്യമുണ്ടോ അത്രമാത്രം നമുക്ക് ചുറ്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ലെങ്ത് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിച്ച് എടുത്തതിന് ശേഷം ആ ചുറ്റിച്ചെടുത്ത ത്രെഡിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നീഡിൽ പുറത്തേക്ക് എടുക്കുക. ആ ചുറ്റിച്ചെടുത്ത ത്രെഡ് അവിടെ ടൈറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ച് അതിനെ ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീഡിൽ വലിച്ചെടുക്കുക. ഇത്തിരി വണ്ണമുള്ള നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല എളുപ്പത്തിൽ നമുക്കത് ഇതുപോലെ വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ നീഡിൽ വലിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ചുറ്റുകളെല്ലാം ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് താഴെ വശത്തു കൂടി നമുക്ക് ഇതൊന്ന് താഴേക്ക് കുത്തി ഉറപ്പിക്കാം കേട്ടോ. ഇതുപോലെ താഴോട്ട് കുത്തി നമുക്ക് ആ ബുള്ളിയൻ നോട്ട് അവിടെ ഉറപ്പിക്കാം. ഇതുപോലെ തന്നെ അടുത്തത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മേലെ നിന്ന് ഇതുപോലെ കുത്തിയെടുക്കുക. എപ്പോഴും നിങ്ങൾ മേലെ നിന്നാണ് കുത്തിയെടുക്കേണ്ടത്, താഴേക്ക് കുത്തിയെടുക്കരുത്. താഴെ നിന്ന് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ മേലെ നിന്ന് കുത്തി വീണ്ടും താഴെ നിന്ന് മേലേക്ക് കുത്തി ഇതുപോലെ നീഡിൽ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ നീഡിലൂടെ ത്രെഡ് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 9 തവണയോ മറ്റോ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെങ്ത്തിനനുസരിച്ച് ചുറ്റിക്കാം. എന്നിട്ട് നമ്മൾ ആ ചുറ്റുകളിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നീഡിൽ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് താഴോട്ട് കുത്തി നമ്മുടെ ബുള്ളിയൻ നോട്ട് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ ബുള്ളിയൻ നോട്ടുകൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിൽ ഇതുപോലെ 2 ലൈൻസ് ഞാൻ വരച്ചെടുക്കുകയാണ്. ഇതുപോലെ 2 ലൈൻസ് വരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇടതുഭാഗത്തുള്ള ലൈനിൻ്റെ മേലെ നിന്നാണ് നമ്മൾ നീഡിൽ കുത്തി മേലേക്ക് എടുക്കുന്നത്. ഇടതുഭാഗത്തുള്ള ലൈനിൻ്റെ മേലെ നിന്ന് ഇതുപോലെ നമ്മൾക്ക് നീഡിൽ കുത്തി മേലേക്ക് എടുക്കാം. അതിനുശേഷം വീണ്ടും നീഡിൽ താഴ്ഭാഗത്തു കൂടെ കുത്തി അടിയിലേക്ക് എടുത്ത് വീണ്ടും നമുക്ക് ആ മേൽഭാഗത്ത് നമ്മൾ കുത്തിയെടുത്ത അതേ പോയിന്റിൽ കൂടെ തന്നെ കുത്തി വീണ്ടും നീഡിൽ മേലേക്ക് എടുത്ത് ഇതുപോലെ പ്ലേസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 8 ചുറ്റാണ് ചുറ്റിക്കുന്നത്. ഇതുപോലെ 8 ചുറ്റ് ഞാൻ ചുറ്റിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ചുറ്റിച്ചെടുത്ത ചുറ്റിൽ പിടിച്ച് ഇതുപോലെ നമ്മുടെ നീഡിൽ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗത്ത് തന്നെ നമ്മൾ ഇത് കുത്തി താഴേക്ക് എടുത്ത് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതും ചെയ്തെടുക്കുക. മേൽഭാഗത്ത് കുത്തി പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ താഴ്ഭാഗത്ത് കൂടെ വീണ്ടും കുത്തി മേലേക്ക് എടുത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ വരച്ച 2 ലൈൻസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തെടുത്ത ലൈൻസിൻ്റെ ഈ എൻഡിൽ നിന്ന് ഒരു ലൈനിൻ്റെ ഈ എൻഡിൽ നിന്ന് അടുത്ത ലൈനിൻ്റെ ഈ എൻഡ് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആദ്യം ചെയ്തതിൻ്റെ എൻഡിൽ നിന്ന്
അടുത്തതിൻ്റെ എൻഡിലേക്ക്. അതിനുശേഷം നമ്മൾ ഈ വരയ്ക്കുന്ന ഡയറക്ഷനിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾക്ക് ആദ്യം ചെയ്തതിൻ്റെ എൻഡിൽ നിന്ന്, അതായത് കൃത്യമായ എൻഡിൽ നിന്നല്ല, ആ എൻഡിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. അതായത് നമ്മൾ ചെയ്തെടുത്ത ബുള്ളിയൻ നോട്ടിൻ്റെ ഒരു 3/4 വെച്ച് നമ്മൾ ഇതുപോലെ ചെയ്യണം. എന്നാൽ പകുതിയിലേക്ക് എത്താനും പാടില്ല. കുറച്ച് ഇതുപോലെ നമ്മൾ ഇറക്കി കൊടുക്കണം കേട്ടോ. എൻഡിൽ നിന്ന് ഇതുപോലെ താഴേക്ക് കുറച്ച് ഇറക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ റിംഗ് ഒന്ന് നമ്മൾക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് മേലെയും താഴെയും കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുത്ത് നമ്മൾ ഇപ്പോൾ ചുറ്റിച്ചെടുത്തിരിക്കുന്നത്. ഒരു 10 ചുറ്റ് ചുറ്റിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ ചുറ്റിച്ചെടുത്തത് 8 ചുറ്റാണ് അല്ലേ. അതപ്പോൾ നമുക്ക് അത്രയും ലെങ്ത്ത് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 10 ചുറ്റ് വീതം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ലൈൻ ഇത്തിരി കൂടി ലെങ്ത്തിയാണ്. കാരണം ഇതൊന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് വെക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി ലെങ്ത്തിയാണ്. അപ്പോൾ നമ്മൾ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ചുറ്റുകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. ഇതുപോലെ ഞാൻ താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ചെയ്തെടുത്തതിൻ്റെ എൻഡിൽ നിന്നല്ല, എൻഡിൽ നിന്ന് ഒരല്പം മേലേക്ക് കയറ്റി കുത്തിയെടുക്കുക. ഒരു 2 ചുറ്റ് മുകളിലേക്ക് നമുക്ക് കയറ്റിയെടുക്കാം കേട്ടോ. കയറ്റി ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ചെയ്തെടുത്ത 2 ലൈൻസ് ഇല്ലേ, അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കുത്തി താഴേക്ക് എടുത്ത് വീണ്ടും നമ്മൾ ആദ്യം കുത്തിയെടുത്ത അതേ പോയിന്റിലൂടെ ഇതുപോലെ നീഡിൽ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 നമ്മൾ ഇതുപോലെ ഒരു 15 ചുറ്റ് നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് നേരത്തെ ചെയ്തതിനേക്കാൾ ലെങ്ത്ത് കൂടുതലായിട്ടുള്ള ഒരു ബുള്ളിയൻ നോട്ടാണ് വേണ്ടത്. അതിനാണ് നമ്മൾ ചുറ്റുകൾ കൂടുതൽ ചുറ്റിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ കുത്തിയെടുത്ത പോയിന്റിലൂടെ തന്നെ താഴേക്ക് കുത്തിയെടുത്ത് നമുക്കതിനെ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തേണ്ടത്, നമ്മൾ ആദ്യത്തെ റൗണ്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ഈ എൻഡിൽ നിന്നാണ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. ഇപ്പുറത്തെ എൻഡിൽ നിന്നാണ് ചെയ്തത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് വീണ്ടും ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഇതുപോലെ വീണ്ടും ചെയ്തെടുക്കുകയാണ്. ഇവിടെ കുത്തി നമ്മൾ മേലേക്ക് നമ്മൾ നേരത്തെ കുത്തിയെടുത്ത പോയിന്റിൽ തന്നെ പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. നീഡിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ച് വീണ്ടും ചുറ്റിക്കുക. 4 5 6 7 8 9 10 11 12 13 14 15 ഇവിടെ നമ്മൾ 15 ചുറ്റ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. കാരണം അവിടെ നിന്നും നേരത്തെ ചെയ്തതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ലെങ്ത്തും ഒരേ ലെങ്ത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തും നമ്മൾ ഒരേ ലെങ്ത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറ്റി ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എൻഡ് എത്തുന്നതിന് മുമ്പ് നമുക്കിതുപോലെ കുത്തിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരേ ലെങ്ത്ത് തന്നെയായിരിക്കും. അതിനനുസരിച്ച് ചുറ്റു കൊടുക്കുക. 3 4 5 6 7 8 9 10 11 12 13 14 15 നമ്മൾ 15 എണ്ണം തന്നെ ഇവിടെയും ചുറ്റിയെടുത്തിരിക്കുകയാണ്. കാരണം ഇനി എല്ലാം ഒരേ വിധം ഏകദേശം എല്ലാം ഒരേ ലെങ്ത്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ വലിക്കുന്ന സമയത്ത് അവ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ അതിനെ ഇവിടെ താഴെ കുത്തി ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത്, ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്തെടുത്തതിൻ്റെ കുറച്ച് മേലേക്ക് കയറ്റി, അതായത് 1 2 ചുറ്റ് മുകളിലേക്ക് നമ്മൾ കയറ്റിയിട്ടാണ് ഇതുപോലെ അടുത്തത് കുത്തിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ നിന്നും കുത്തി മേലേക്ക് എടുക്കാം. എന്നിട്ട് വീണ്ടും ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോഴും നമ്മളൊരു 15 ചുറ്റ് തന്നെയാണ് ചുറ്റിച്ചിട്ടുള്ളത്. ഇനി എല്ലാം നമുക്ക് 15 ചുറ്റിൽ തന്നെ ചുറ്റിച്ചെടുക്കാം. കാരണം ഇനി ചെയ്യുന്നതെല്ലാം ഏകദേശം ഒരേ വലിപ്പം തന്നെയായിരിക്കും. അപ്പോൾ 15 ചുറ്റിൽ തന്നെ നമുക്കെല്ലാം ഇനി ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ വലിച്ച്
അതിനെ റൗണ്ട് ചെയ്ത് വെച്ച് താഴ്ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ താഴോട്ട് ഫിക്സ് ചെയ്തെടുത്തു. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തതിൻ്റെ രണ്ട് ചുറ്റ് മുകളിലേക്ക് കയറ്റി കുത്തിയെടുക്കുക. എന്നിട്ട് ഒരൽപ്പം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇതുപോലെ നമുക്ക് കുത്തി വീണ്ടും മുകളിലേക്ക് നമ്മൾ നേരത്തെ കുത്തിയെടുത്ത പോയിന്റിലേക്ക്. ഇനിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ലാസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് മേലേക്ക് കയറ്റി നമ്മൾ കുത്തി വീണ്ടും കുറച്ച് സ്പേസ് ഇട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടോപ്പിലൊക്കെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഇതിന് ലീഫ് കൊടുക്കാം. ലീഫ് കൊടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ലീഫ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ത്രെഡ് വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ലീഫ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലീഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാറ്റിൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് സാറ്റിൻ അടുപ്പിച്ച് ചെയ്യണമെന്നില്ല. നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരുപാട് തിരക്കുകൾക്കുള്ളിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ എളുപ്പം സിമ്പിളായിട്ടാണ് ഞാൻ ഈ ലീഫ് ഒന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്കിനി ഡ്രസ്സിലെല്ലാം ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ലീഫെല്ലാം ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഫിഷ് ബോൺ അതുപോലെ തന്നെ ലീഫുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന നല്ല നല്ല ഡിസൈൻസ് സ്റ്റിച്ചസ് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ ഫോളോ ചെയ്യുക. ഇതുപോലെ ഞാൻ ലീഫ് കംപ്ലീറ്റായി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ നമ്മുടെ 2 ലീഫും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.